ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. സോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ എക്സ്പ്ലേ സീരീസിൻ്റെ അടുത്തൊരു എപ്പിസോഡുമായിട്ടാണ്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അയൺ ഫോം ആണ്. സോ നമുക്ക് എല്ലാവർക്കും നേരെ വീഡിയോയിലോട്ട് പോകാം. ആൻഡ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അയൺ ഫോമിൻ്റെ ട്യൂട്ടോറിയൽ യൂട്യൂബിൽ കിട്ടും. അതൊക്കെ നിങ്ങൾ നോക്കി ഉണ്ടാക്കാൻ മതി. എനിക്ക് ആ ട്യൂട്ടോറിയൽ ഒന്നും ഉണ്ടാക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ എൻ്റെ ട്യൂട്ടോറിയൽ നോക്കിയാൽ മതി. ആൻഡ് സോ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോകാം. ലെറ്റ്സ് ഗോ ഗൈസ്. സോ ഗൈസ്, സോ നമ്മളെന്തായാലും പിന്നെ വന്നിരിക്കുകയാണ്. സോ നമുക്കെന്തായാലും നേരെ ഞാനിവിടെ റിസോഴ്സൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ആൻഡ് റിസോഴ്സൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ വേറെ വലിയ കുഴപ്പമൊന്നുമില്ല. സോ ഇത്രയും ഗ്രൈൻഡിങ് ആണ് ഗൈസ്. കാരണം ഈ ബെഡ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെ കുറേ നേരം എടുത്തു. അതുകൊണ്ട് തന്നെ വേറൊരു വിഷയമായി. സോ അത് മാത്രമേ ഒരു ചടങ്ങുണ്ടായിരുന്നുള്ളൂ. ആൻഡ് സോ നമുക്കെന്തായാലും നേരെ ഇതിലോട്ട് അൺഫോം ഉണ്ടാക്കുന്നതിന് മുമ്പേ ഞാൻ ഇവിടെ കുഴിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കറിയാം കുഴി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി സമയം പോകും. അതുകൊണ്ട് ഞാൻ കുഴിയൊക്കെ എടുത്തിട്ട് ഇത് 5x5 കുഴിച്ചേക്കുന്നത്. അതിന് താഴോട്ട് നമ്മൾ 8 ബ്ലോക്ക് കുഴിക്കണം. സോ നമുക്ക് ഇനി ഗൈസ് നമ്മുടെ കയ്യിലുള്ള ബെഡ് എല്ലാം കൂടെ എടുത്ത് ഇറങ്ങാം. ഓക്കെ, സോ നമുക്ക് നമ്മളതിൽ എടുക്കാൻ പറ്റുന്ന അത്രയും ബെഡ് നമ്മൾ എടുക്കുന്നുണ്ട്. സോ 20 ബെഡൊന്നും നമ്മുടെ കയ്യിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ നേരെ കേസൊക്കെ നമ്മൾ കുറച്ച് സാധനങ്ങൾ നമ്മൾ അങ്ങോട്ട് വെക്കുവാണ് കേസ്. ഓക്കെ, സോ ബെഡ് നമുക്ക് സ്റ്റാക്ക് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഭയങ്കര ഉപകാരമായേനെ. മോജാങ്ങിനി അതും കൂടെ കൊണ്ടുവരണം. സ്റ്റാക്ക് ചെയ്യാൻ പറ്റിയിട്ട് നമ്മൾ വലുതായിട്ട് ഉപയോഗിക്കത്തൊന്നുമില്ലെന്നാണ് എനിക്ക് എൻ്റെ തോന്നൽ. ഓക്കെ, സോ നമുക്കെന്തായാലും താഴോട്ടിറങ്ങാം. സോ നമ്മളെന്തായാലും താഴോട്ടിറങ്ങുമ്പം അതിൻ്റെ നമ്മളിങ്ങനെ ബ്ലോക്ക് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. സോ നമുക്കെന്തായാലും നേരെ നമ്മുടെ മനസ്സ്. ഓക്കെ, സോ നമുക്കെന്തായാലും ഇങ്ങനെ ബെഡ് വെച്ചെടുക്കാം. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ബെഡ് വെച്ചിട്ട് വരാമെന്ന് ഞാൻ പറയുന്നില്ല, ഞങ്ങളങ്ങനെ കാണിക്കണമല്ലോ. അതുകൊണ്ട് നമുക്കെന്തായാലും ഓക്കെ. എനിക്ക് ഞാൻ കുറേ ഷീപ്പിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവിടെ ഒരു ഫെൻസ് കണ്ടില്ലേ ഗൈസ് നിങ്ങൾ, അവിടെ ഞാൻ ഷീപ്പിനെ കൊണ്ടുപോയി വെക്കുമായിരുന്നു. ഷീപ്പിനെ കൊണ്ടുപോയി കെട്ടിയിട്ടിട്ട് വളരുമ്പം അതെടുത്ത് അങ്ങ് കളയും ഗൈസ്. ഓക്കെ, അങ്ങനെയായിരുന്നു. നമുക്കെന്തായാലും ഗൈസ് ഞാൻ ഈ അയൺ ഫാം ഞാൻ ആദ്യമായിട്ടാണ് സർവൈവൽ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് എങ്ങനെ വരുമെന്നൊന്നും എന്നോട് ചോദിക്കരുത്. വർക്കാവുകയാണെങ്കിൽ വർക്കാവും, ഇല്ലെങ്കിൽ ഇല്ല. ഓക്കെ, നമ്മൾ കുറേ പ്രാവശ്യം അയൺ ഫാം ഉണ്ടാക്കാൻ നോക്കി, പക്ഷേ ഞാനതെല്ലാം ജാവയായിരുന്നു. ആൻഡ് ഇത്രയും വലിയൊരു പ്രോ പ്ലെയർ ആയിട്ട് അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഇറ്റ് ഈസ് മൈ മിസ്റ്റേക്ക്. സോ നമുക്കെന്തായാലും ബാക്കി നമുക്ക് വെക്കാം. സോ ബാക്കി ബെഡും കൂടെ വെച്ചാൽ നമ്മുടെ പരിപാടി തീർന്നു കേസ്. ഓക്കെ, സോ നമുക്കെന്തായാലും സോ ഗൈസ് ഓക്കെ ഗൈസ്. ഓക്കെ, സോ നമുക്കെന്തായാലും ഇതും കൂടെ അങ്ങ് വെച്ച് കൊടുക്കാം. ഓക്കെ, ബെഡിൻ്റെ കാര്യം ഓക്കെ. സോ നമുക്കിനി വേണ്ടത് ഗൈസ് കുറച്ച് ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. സോ നമ്മൾ ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ വെച്ച് നമ്മൾ സെറ്റാക്കാം. സോ നമ്മൾ ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ വെച്ച് സെറ്റാക്കുക. സോ ബാക്കി എന്താ ചെയ്യേണ്ടത് ഗൈസ് ഞാൻ നോക്കട്ടെ. നമ്മൾ ട്യൂട്ടോറിയൽ നോക്കി ഉണ്ടാക്കുന്നതുകൊണ്ട് ഇനി ഭയങ്കര ചടങ്ങാണ്. സോ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമ്മളിങ്ങനെ ഒരു ബ്ലോക്ക് വെക്കുക. ആൻഡ് ബെഡെല്ലാം വെക്കുക. ഓക്കെ, ഇത്ര സെറ്റാങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കും. ഓക്കെ, സോ ഇങ്ങനെയാണ് ഗൈസ് വരുന്നത്, ഇങ്ങനെയാണ് കാണപ്പെടുന്നത്. സോ നമ്മളിങ്ങനെ ചെയ്യേണ്ടത് ഗൈസ്. ഓക്കെ, നമ്മൾ 2 ബ്ലോക്ക് ഹൈറ്റ് വെക്കണം. ഓക്കെ, സോ നമ്മൾ 2 ബ്ലോക്ക് ഹൈറ്റ് ഇങ്ങനെ വെക്കണം. സോ 2 ബ്ലോക്ക് ഹൈറ്റ് ഇങ്ങനെ വെച്ചിട്ട് ഓരോ മൂലയ്ക്കും പോട്ടെ. ഓക്കെ, സോ നമുക്ക് എന്നിട്ട് ഗൈസ് ഇവിടെ ഫുള്ള് ബ്ലോക്ക് ആക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് ബ്ലോക്ക് ആക്കണം. ഓക്കെ, സോ നമുക്ക് എന്തായാലും ആക്കാം. ഓക്കെ, ആൻഡ് ഓക്കെ, സോ നമുക്ക് എന്തായാലും എന്നിട്ട് നമുക്ക് എന്തായാലും ഒരു ബ്ലോക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് ഈ ഫ്ലോർ ഫുള്ള് ചെയ്യണം ഗൈസ്. ഓക്കെ ഓക്കെ, സോ നമ്മൾ എന്നിട്ട് ഈ ഫ്ലോർ ഫുള്ള് ഇങ്ങനെ ആക്കണം. സോ എന്നിട്ട് നമ്മൾ ഗൈസ് ഇവിടെ ഫ്ലിക്കിംഗ് ടേബിൾ വെക്കണം. സോ നമ്മൾ ഫ്ലിക്കിംഗ് ടേബിൾ ഗൈസ് ഒരു ഇതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതിലിങ്ങനെ വെക്കണം. ഓക്കെ, സോ നമുക്കെന്തായാലും
വെച്ചിട്ടുണ്ട്. വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് എന്തായാലും ഇനി മേളിലോട്ട് കാണാം. മേളിലോട്ട് ആണെങ്കിൽ നമ്മുടെ കയ്യിൽ വാട്ടർ ഉണ്ട് ഗൈസ്. ഓക്കെ, സോ നമ്മൾ എന്തായാലും പാക്കാണ്. സോ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫുഡിങ് ടേബിൾ എടുക്കുക. ഗൈസ് ഏകദേശം പരിപാടിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് നമ്മൾ. ഇനി നമ്മൾ വില്ലേജേഴ്സിനെയൊക്കെ കൊണ്ടുപോയി വെക്കണം. അതൊക്കെയാണ് ഇച്ചിരി പണി. ഓക്കെ, സോ നമുക്ക് എന്തായാലും ഇനി നമുക്ക് ചെയ്യേണ്ടത് ഫുഡിങ് ടേബിൾ വെക്കണം. ഫുഡിങ് ടേബിൾ എങ്ങനെയൊക്കെ വെക്കണ്ടതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും എൻ്റെ MLG ഉണ്ടായിരുന്നു, തെറ്റായിരുന്നു. ഓക്കെ, സോ നമുക്ക് എന്തായാലും ഇതാണ് ഗൈസ് സെൻറ്റർ ബ്ലോക്ക്. നമ്മുടെ സെൻറ്റർ ബ്ലോക്ക് ഇതാണ്. യെസ് ഗൈസ്, ഓക്കെ, സെൻറ്റർ ബ്ലോക്ക് ഇതാണ്. സോ നമ്മൾ സെൻറ്റർ ബ്ലോക്കിൻ്റെ അവിടെ ഒരെണ്ണം വെക്കണം. സോ ഫുഡിങ് ടേബിൾ നമ്മൾ വെക്കണം. സോ എന്നിട്ട് ഗൈസ് നമ്മൾ ഇനി ഇങ്ങനെ വെക്കണം. ഇനി നമ്മൾ എന്നൊക്കെയാണ് വെക്കേണ്ടതെന്ന് അങ്ങനെ വെക്കണ്ടേ. ഓക്കെ, സോ നമ്മളെന്തായാലും 4 കോർണർ ഇങ്ങനെ ആയിട്ട് വെക്കണം ഗൈസ്. ഓക്കെ, 4 കോർണറിലായിട്ട് വെച്ചിട്ട് നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് നമുക്ക് പറഞ്ഞു തരത്തില്ല. ഓക്കെ, ചുമ്മാ. ഓക്കെ, നമ്മൾ ഇനി ചെയ്യേണ്ടത് ഗൈസ്, നമ്മൾ നടുക്കും ഇങ്ങനെയൊക്കെ ആയിട്ട് വെച്ചിട്ട് നമ്മൾ ഫ്ലൈറ്റിംഗ് ടേബിൾ ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെച്ചിട്ട് 4 കോർണറിൽ വെച്ചിട്ട് നമ്മളെന്തായാലും ഇങ്ങനെയൊക്കെ വെക്കണം ഗൈസ്. എങ്ങനെ ഇത് തോന്നിയാലോ വെച്ചോ ആണ് പറഞ്ഞേക്കുന്നത്. അയ്യോ, ഓക്കെ, സോ നമുക്ക് എന്തായാലും നോക്കാം. എവിടെയെങ്കിലുമൊക്കെ വെച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, സോ നമുക്ക് എന്തായാലും ഇവിടെയും കൂടെ ഒരെണ്ണം വെക്കാം. സോ നമ്മുടെ ഗൈസ് ഇവിടുത്തെ പണി സെറ്റായി. ഇനി നമ്മൾ വില്ലേജേഴ്സിനെ കൊണ്ടുവരണം. അതാണ് ഗൈസ് അടുത്ത പണി. സോ അടുത്താണ് ഗൈസ് നമ്മുടെ പണി. ഓക്കെ, നമ്മൾ അടുത്താണ് ഗൈസ് നമ്മുടെ വില്ലേജേഴ്സിനെ കൊണ്ടുവരണം. ഓക്കെ, അയ്യോ റസ്റ്റി, നമ്മുടെ വീട്ടിലെ പട്ടിക്കുട്ടിയാണ്. നമ്മുടെ വീട് കുറേ നാളെ ഗൈസ് ഞാൻ വീട്ടിലോട്ടൊക്കെ പോയിട്ട്. ഇവിടെ പോയി ഇങ്ങനെയല്ലോ. ഓക്കെ, സോ നമുക്ക് എന്തായാലും നേരെ പോവാം. മേലോട്ട് കയറി. ഓക്കെ, സോ നമ്മൾ എന്തായാലും മേലോട്ട് കയറിയിട്ടുണ്ട്. അവൻ അവിടെ ഇല്ല, അവന് വലിയ അസൂയായിരുന്നു. സോ അവനെ നമുക്ക് തല്ലിക്കൊല്ലാം, വലിയ കുഴപ്പമില്ല. ഇനിയാണ് ഈ ചടങ്ങ്. വില്ലേജേഴ്സിനെ കൊണ്ടുവരണം. വില്ലേജേഴ്സിനെ കൊണ്ടുവരാൻ എനിക്ക് മടിയാണ് കേസ്. ഓക്കെ, സോ എന്തായാലും നമുക്ക് കൊണ്ടുവരാം. നമ്മുടെ ബ്രീഡറിൽ നിന്ന് എടുക്കാം കേസ്. ബ്രീഡറിൽ ഞാൻ AFK നിന്നിട്ടില്ല, ഒരു മാങ്ങി നിന്നിട്ടില്ല. ആൻഡ് അത് മാത്രമല്ല കേസ്, ഈ എടോ നമ്മൾ അയൺ ഫാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കുറേ ഷീപ്പ് ഇവിടെ സ്പോണായി. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ഷീർ ഇവരിങ്ങനെ വെച്ചേക്കാം. സോ ഇവരിങ്ങനെ ഷീർ ചെയ്ത് വെച്ചേക്കാം കേസ്. ഓക്കെ, കുറച്ചുണ്ട് ഇവനെ ഷീർ ചെയ്യാനെങ്കിൽ ഒന്നും കൂടെ കിട്ടിയാൽ കുഴപ്പമില്ല. അൺലക്കി. ആൻഡ് നമ്മളിവിടെ ചെറിയൊരു ബീ ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്. സോ അവിടെ നിന്ന് നമുക്ക് ഹണിയും കൂടെ എടുത്തേക്കാം. സോ ഞാൻ ഇനി വില്ലേജേഴ്സിനെ ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഇതായിരുന്നു. സോ ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും ഗൈസ്, ഓക്കെ, നമ്മളെന്തായാലും വില്ലേജേഴ്സിനെ കൊണ്ടുപോയിട്ടുണ്ട്. ഇതാ എന്ത് ഓക്കെ, അടുത്താണ്ട് കേസ്. അപ്പോൾ നമ്മൾ ഇതാണ്ട് വില്ലേജേഴ്സിനെ കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പം ടോട്ടൽ ഇതിനകത്ത് കേസ് 1 2 3 4 5 6 7 8 വില്ലേജേഴ്സ് ഉണ്ട്. 2 കുഞ്ഞുങ്ങളാണ്. 8 വില്ലേജേഴ്സ് ഉണ്ട് കേസ്. ഓക്കെ, സോ നമുക്ക് എന്തായാലും ബാക്കി 8 വില്ലേജേഴ്സ് ഉണ്ട്. നമുക്കിനി നമുക്കൊരു 12 വില്ലേജേഴ്സിനെയും കൂടെ നമുക്ക് വേണം. സോ നമ്മൾ ബാക്കി 12 വില്ലേജേഴ്സിനെയും കൊണ്ടുവരണം. എൻ്റെ അത് കൊണ്ടുവരാൻ മാത്രമല്ല, അത് ബ്രീഡ് വേണമെങ്കിൽ ചെയ്യണം. അതുകൊണ്ട് നമുക്ക് എന്തായാലും നമ്മുടെ ബ്രീഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ക്യാരറ്റ് വേണം. ക്യാരറ്റ് വേണമെങ്കിൽ നമുക്ക് ഫാം വേണം. ഫാം ഉണ്ടെങ്കിലും നമ്മൾ ഫാമിൽ നിന്ന് കേസ് നമ്മൾ അതിനെ കോരി എടുക്കണം. സോ അതുകൊണ്ട് കേസ് ഞാൻ മറ്റേ സാധനം ഉണ്ടാക്കാൻ പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ വെള്ളം വരുന്ന സംഭവമില്ലേ, ഫാമിൻ്റെ അവിടെ നിന്ന് മറ്റേ വെള്ളം വരും. ആ സാധനം ഉണ്ടാക്കാൻ എനിക്ക് ഇതുണ്ട്. ആൻഡ് അതിന് വേണ്ടി ബക്കറ്റ് വേണം കേസ്. അതുകൊണ്ടാണ് വേറൊരു സാധനം ഉണ്ട്. ഇവിടെ ഇപ്പോൾ ബ്രീഡായിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് ഇപ്പോൾ പിള്ളേർ വരും. നിങ്ങൾക്ക് ഈ ലൈവായിട്ട് കാണിച്ചു തരാം ബ്രീഡർ എങ്ങനെ വർക്കാവുന്നതെന്ന്. അവരിപ്പോൾ ഒരു കൊച്ചിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ നമുക്ക് അതാണ്ട കേസ്. ആ കൊച്ചു നേരെ ആ കുഴിയിലോട്ട് വീണ് ആ വള്ളത്തിൻ്റെ കൂടെ ഒഴുകി നേരെ
ഇതാണ്ട് അവൻ ഇതാണ്ട് നേരെ ഇങ്ങോട്ട് വരും. അത് ഇച്ചിരി നേരെ എടുക്കും. എല്ലായിടത്തും അങ്ങനെയാണ്. അവർ ഈ കടന്ന് ഇങ്ങനെ ചാടുന്നതുകൊണ്ടാണ്. അടുത്തത് ഓക്കെ, അടുത്ത നമ്മൾ എഫ് കെ നിന്നാൽ മതി, വർക്കായിക്കോളും. പക്ഷേ നമ്മൾ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാരറ്റ് വേണം, അല്ലെങ്കിൽ ക്യാരറ്റ് അല്ലെങ്കിൽ ഇത് വേണം, സംഭവം വേണം. സോ ഗൈസ്, അപ്പം നമുക്ക് എന്തായാലും നേരെ ഇങ്ങോട്ട് പോകണം. അത് മാത്രമല്ല ഗൈസ്, എൻ്റെ സ്റ്റോറേജിനകത്ത് എനിക്കൊരു സംഭവം ഉണ്ടാക്കണമെന്നുണ്ട്. പക്ഷേ നമുക്കത് വീഡിയോയുടെ ലാസ്റ്റ് ചെയ്യാം. വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അയൺ ഫാം ഉണ്ടാക്കുന്ന ഒരു ഇത് വേണം. നമുക്ക് ഇതെല്ലാം പൊട്ടിച്ച് എടുക്കണം. സോ നമുക്ക് എന്തായാലും അതും കൂടെ പൊട്ടിച്ചിട്ട് ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. സോ ഗൈസ്, ഇതാണ്ട് കുറച്ച് മുമ്പേ ഇതിനെക്കാട്ടിൽ നമ്മൾ കുറേ വില്ലേജേഴ്സിനെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യമേ 2 വില്ലേജേഴ്സിന് ഇട്ടു. കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വേറെ കുറേ എണ്ണത്തിൽ കൊണ്ടുപോയിട്ടിട്ട് നമ്മുടെ ഫാമിംഗ് ഏരിയയിൽ കുറേ കംപ്ലീറ്റ് ആക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ കുറേ വില്ലേജേഴ്സിന് ഇങ്ങോട്ട് കൊണ്ട് വെച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാറ്റ്ഫോം നമ്മളിങ്ങനെ ആക്കണം. ഈ പ്ലാറ്റ്ഫോം കേസ് അടയ്ക്കണം. ഇനി അതാണ് കേസ് അടുത്ത പണി. അതും കൂടെ ചെയ്തിട്ട് ഇതാ വരണം. ഓക്കെ ഗൈസ്, ഓക്കെ നമ്മളെന്തായാലും അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മളെന്തായാലും അത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോർണറിൽ ഒക്കത്തേക്ക് ആൻഡ് നമ്മുടെ സ്പൈൻ ബോർഡും കാര്യങ്ങളൊക്കെ എടുക്കുക. ആൻഡ് ചെസ്റ്റ് വേണമായിരുന്നു, ആ ചെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഇനി വേണ്ട കേസിട്ട് നമുക്ക് കില്ലിങ് ഏരിയ ആയി ഉണ്ടാക്കിയിട്ട് കേസ് നമുക്ക് ബാക്കി ഉണ്ടാക്കാം. സോ ഇതിന് വേണ്ടത് ഒരു ഇത്രയും ബ്ലോക്ക് എടുക്കാൻ. ആൻഡ് ഇത് എടുക്കണം. ഹൈ ബ്രോ എടുക്കാം. ഓക്കെ, സോ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് ഞാൻ നോക്കട്ടെ കേസ്. ഓക്കെ, എല്ലാം പണിയാണ് കേസ്, ഭയങ്കര പണിയായിരുന്നു ഇത്രയും നേരം. ഭയങ്കര പണിയെന്ന് വെച്ചാൽ ഭയങ്കര പണിയായിരുന്നു. സോ വേറെ പണിയൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി കേസ് ചെയ്യേണ്ടത് ജസ്റ്റ് ഇങ്ങനെ വെക്കുക. ആൻഡ് നമ്മൾ ഇങ്ങോട്ടൊരു ഹോപ്പറും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. സോ എന്നിട്ട് നമ്മൾ ഇവിടെ വെള്ളം വെച്ച് വെക്കണം. ആൻഡ് ഇവിടെ ഗ്ലാസ് കൊടുക്കണം. ഗ്ലാസ് ഞാൻ അവിടെ കൊണ്ട് വെച്ചേക്കുവാണ്. ഗ്ലാസ് എന്തായാലും നമുക്ക് എടുക്കാം. അതിന് മുമ്പേ ഗ്ലാസ് വെക്കുന്നതിന് മുമ്പേ നമുക്കിനി കില്ലിങ് ഏരിയ വെക്കാം. കില്ലിങ് ഏരിയ വെക്കാം. സോ എങ്ങനെ കില്ലിങ് ഏരിയ വെക്കണ്ടേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബ്ലോക്ക് ഉണ്ടല്ലോ, നമ്മളൊരു ബ്ലോക്കും കൂടെ മേലോട്ട് കുടിക്കണോ വെക്കണമെന്ന് മാത്രമല്ല, നമ്മുടെ വില്ലേജേഴ്സിൻ്റെ തലയ്ക്ക് വേണ്ടി വെച്ച ബ്ലോക്ക് ഒന്ന് കുറഞ്ഞു തോന്നുന്നു കേട്ടോ. സോ എനിക്ക് ഞാൻ നോക്കട്ടെ. എനിക്ക് തോന്നി ഇത് തെറ്റാണ് നമ്മൾ വെച്ചാൽ തോന്നുന്നു കേട്ടോ. നമുക്ക് ഈ ഒരു ബ്ലോക്ക് ഇങ്ങനെ വെക്കാൻ പറ്റില്ല സത്യം തന്നെ, ഇതുണ്ടോ. അപ്പം നമുക്ക് എന്തായാലും ഇതൊരു ബ്ലോക്കും കൂടെ കൂട്ടാം. വലിയ വിഷയമില്ല, എന്തെങ്കിലും കൂട്ടാം. ഇത്രയും പക്ഷേ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇച്ചിരി വാട്ടർ ഒഴിക്കണം. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ഗ്ലാസ് എടുത്തിട്ട് വരാം. ഗ്ലാസ് എടുത്തിട്ട് വരണം. മാത്രമല്ല ഗൈസ്, നമുക്ക് ഒരു സംഭവം വേണം. സോ നമുക്ക് എന്തായാലും നിൽക്കാം. ഓക്കെ, ഞാൻ എന്തായാലും ഗ്ലാസ് എടുത്തിട്ട് വരണം. സോ ഗൈസ്, നമ്മൾ ഇതാണ്ട് ഗ്ലാസ് കൊണ്ട് വെച്ചിട്ടുണ്ട്. സോ നമുക്കിത് കിളിങ്ങേരി ഉണ്ടാക്കണം. കിളിങ്ങേരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സൈൻ ബോർഡ് വെക്കുക, ഇവിടെ ഒരു സൈൻ ബോർഡ് വെക്കുക, ആൻഡ് ഈ ബ്ലോക്ക് സ്കിപ്പ് ചെയ്യുന്ന സൈൻ ബോർഡ് വെക്കുക. ഓക്കെ, ഇത്രയുള്ള പരിപാടി ഇരുന്ന് നമ്മളിവിടെ ലാഭം കൂടെ വയ്ക്കാൻ വേണ്ടി ഇരുന്ന്. ആൻഡ് നമ്മളിവിടെ ഒരു ബക്കറ്റ് വട്ടം കളിക്കാൻ പരിപാടി ഇരുന്നു. പക്ഷേ ഇവിടെ ഗോളൊന്ന് ഫോണായിട്ടില്ല, നോക്കാൻ ഫോണായില്ലേ നോക്കാം. ഞാനെന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാം. അത് നമ്മൾ അയൺ ഫാം ഇവിടെ എന്തായാലും വന്നിട്ടാണ്. അയൺ ഫാം നമ്മളെന്തായാലും ചെയ്യുന്നുണ്ട്. സോ വലിയ കുഴപ്പമില്ല. നമുക്കെന്തായാലും ഗൈസ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പിയാണ്. ഞാൻ അടുത്ത എപ്പിസോഡിൽ ഞാൻ അതിൻ്റെ റിസൾട്ട് പറയാം. സോ അപ്പം എല്ലാവർക്കും ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് ദിവസം കൂടി ഇഷ്ടം ലൈക്ക് അടിക്കുക, ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ. അപ്പോൾ ബ്ലൂം.